ഇതാ വിവിധയിനം കലാമത്സരങ്ങൾ ഓണത്തോടനുബന്ധിച്ച് ഇവിടെ നടത്തുകയാണ്. അതിനു മുമ്പ് ഇവിടെ ഒരാൾ വെള്ളം ഒഴിച്ച് ഇവിടെ നശിക്കാൻ ആരെങ്കിലും ഈ മനുഷ്യനെ പിടിച്ച് അകത്ത് ഒരു വെള്ളം ഒഴിച്ചോണ്ട് സേവല്ലേ അനാവശ്യം കാണിക്കലേ. ആരുമില്ല ഈ മനുഷ്യനെ പിടിച്ച് പുറത്താക്കിയേ. ഹലോ ഹലോ, അത് പയ്യനറിയില്ല. പൊന്നുമനെ പോടാ പോടാ. ഇവിടെ കളരി കരട്ട് കുമ്പു ജൂഡോ ബ്ലാക്ക് ബെൽറ്റ് ഇതെല്ലാം ടി വി വരുമ്പോ മിണ്ടായിരുന്നു കാണുന്ന പാർട്ടിയാണ്. നീ പോ, വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടായി. സംഭവം എന്റെ അയ്യോ എന്റെ 10 രൂപ കാണാനില്ലേ? അയ്യോ അയ്യോ, എവിടെ വെച്ചാടാ ഇത് കാണാതായത്? ബാറിൽ വാരി കളഞ്ഞ എന്തിനാണ് ഇവിടെ ഒന്ന് തിരക്കണേ? വാരി ഭയങ്കര ഇരുട്ടല്ലോ, ഇവിടെ ആകുമ്പോ വിളിച്ചോണ്ടല്ലോ. എന്തുവാ എടാ ഒന്നും പറയണ്ടെന്നേ. ഞാൻ ഇന്നലെ ബാറിലിരുന്ന് 2 എണ്ണം അടിച്ചിട്ട് ഞാൻ ഒരു 30 സാധനം അവിടെ വച്ചിട്ട് തിരിഞ്ഞപ്പോ ഒരുത്തം വന്ന് തട്ടി കമത്തി. സഹിക്കോ? ഞാൻ സഹിക്കില്ല. ഞാൻ ഉടനെ ഇരുന്ന കസേര എടുത്ത് അവന്റെ തലമണ്ട അടിച്ച് കീറി. എന്നിട്ട് ഒന്നും പറ്റിയില്ലേ? ഒന്നും പറ്റിയില്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ തല പ്ലാസ്റ്റർ ഇട്ടോണ്ടിരിക്കുന്നു. കാണാൻ പറ്റുന്നില്ലെന്നേ. ഇതൊരു വൃത്തിയായിട്ട ലൈറ്റ് അല്ലേ ഈ ബാറില്ലേ? ഇനി നാളെ തൊട്ട് ഹാലിലും ഫിക്സ് ചെയ്യണം. എന്റെ പൊന്നേട്ട, റോഡ് സൈഡാണ്, ഇങ്ങനെ വെള്ളം ഒടിച്ച് കിടന്ന് ആടരുത്. നാട്ടുകാർ മൊത്തം കണ്ടോണ്ടിരിക്കുക. ഇതിലെവിടെ ആടുന്നത്? ഇത് മൊത്തം കിടന്ന് നിങ്ങൾ ആടുമല്ലേ? അത് നീ മദ്യപിച്ചുകൊണ്ട് നിനക്ക് തോന്നുന്നു ഞാൻ ആടുന്നത്. ഒരുമാതിരി വെള്ളം ഒടിച്ചിട്ട് അനാവശ്യം പറയല്. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ മദ്യപിച്ചില്ല. അറിയാം ഞങ്ങൾക്ക്. ഞാൻ അടിച്ചില്ലടാ. ഞാൻ ഇതുവരെ മദ്യം കഴിച്ചിട്ടില്ല. എനിക്ക് സംശയമുണ്ട്. ഊതടാ. നീ ഊതി. ഞാൻ പറഞ്ഞ ഇതെന്തിനാടാ ഇത്? ഇതിനെക്കാളും നല്ല നീ മദ്യപിച്ചുകൊണ്ട് ഊതുന്ന ബെസ്റ്റ്. ജനിച്ചതിന് ശേഷം ഇതുവരെ കോൾഗേറ്റും പ്രശ്നമൊന്നും കണ്ടിട്ടില്ലേടെ. ഓ പെറ്റ തള്ള സൈക്കിളേ സവരല്ല മുറ. വല്ല ആറ്റിലങ്ങനെ എടുത്താടി ചാവട ബാക്കിയുള്ളവന് പേരദോഷം ഉണ്ടാക്കാതെ. ചേട്ടൻ എവിടെയാ പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ കൊണ്ടാക്കാം. പാപ്പോ നീ എന്നെ എങ്ങ് കൊണ്ടുപോണ്ടാ? എടാ ഞാൻ കാര്യമായിട്ട് ബാങ്ക് വാനൊരു സദാശിവന്റെ വീട്ടിൽ നിന്ന് ഇതേ കോലത്തിൽ പോയി. പോയപ്പോ ഞാൻ സദാശിവൻ എന്നോട് പറഞ്ഞ്, ബാങ്ക് വാനർ എന്നോട് എന്ന് പറഞ്ഞ്, ദിനേശ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നാളെ രാവിലെ ഒരു 10-10:30 ആകുമ്പോ നീ ബാങ്കിലോട്ട് വാ, ഞാൻ വായ്പ എടുത്തു തരാന്ന്. ആരെ വായ്പ എടുത്തു തരാന്ന്? വായിൽ പെടുക്കണ കേസല്ല, വായ്പ എടുത്തു തരാന്ന്. എന്തിനെന്തിന്? കുറച്ച് സ്വർണ്ണം എടുക്കണം. സ്വർണ്ണം എടുക്കാനാണെങ്കിൽ എനിക്ക് പരിചയത്തിലുള്ള 2-3 ജുവലറികൾ ഈ സിറ്റിയിലുണ്ട്. ചേട്ടൻ ഏത് കടനാ സ്വർണ്ണം എടുക്കണ്ടേ? അങ്ങനെയൊന്നുമില്ല, എളുപ്പത്തിൽ കുത്തി തുറക്കാൻ പറ്റണ ജുവലറി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അഖില കേരള കറവ മത്സരം നടക്കുന്ന ദിവസമാണെന്ന്. കറവ മത്സരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അവിടെ 1-ാം സ്ഥാനം. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടനാണേ 1-ാം സ്ഥാനം. അതെ. ഇന്നാണെന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ഞാൻ ചേട്ടന്റെ വീട്ടിൽ വന്നു. ആ ചേട്ടൻ ആറ്റിന്റെ കരയിൽ നിന്നുള്ള താമസം അങ്ങ് മാറിയ. എന്നാ മാറി? നന്നായി. ഇത് പറയാനായിട്ട് ഞാൻ ചേട്ടന്റെ വീട്ടിൽ വന്നപ്പോ ആറ്റിന്റെ കര ഒരുമാതിരി പെണ്ണുങ്ങളുടെ കുളിയും നനയും ഒരു വൃത്തിയില്ല. അതുകൊണ്ട് ഇപ്പൊ എവിടെയാ താമസം? ഇപ്പൊ ഞാൻ ആറ്റിന്റെ അരിയത്തോട്ടാക്കി. അതെന്താ? പഴയ പോലെ കണ്ണത്ര പിടിക്കുന്നില്ല. കരകലനകത്ത് ഇറക്കി വെച്ചുകൂടായിരുന്നു. ഇറക്കി വെച്ചല്ലേ നാട്ടുകാരല്ലേ ചുവന്ന് കരയെ കയറ്റുന്നു. അതൊക്കെ പോട്ടെ. ആ ജാനമ്മയുടെ കൊച്ചു കുഞ്ഞിനോട് ചേട്ടൻ എന്ത് വൃത്തിയാണ് കാണിച്ചത്? എന്ത് വൃത്തിയാണ്? 6 മാസം പോലും പ്രായമില്ലാത്ത കൊച്ചു കുഞ്ഞിനെ എന്തിനാ ചേട്ടൻ എടുത്ത് കൊളത്തിയിട്ടത്? അതിപ്പോ എന്തോ വലിയ കുറ്റോ? പിന്നെ കുറ്റമല്ലാതെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ 2 എണ്ണം അടുത്തോണ്ട് അത് പോയി പോയപ്പോ ജാനമ്മയെ കണ്ടു. ജാനമ്മ ഇപ്പൊ പ്രസവം എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയല്ലേ ഉള്ളൂ. ഞാൻ ജാനമ്മ എടുത്തു വെച്ച്, ജാനമ്മ നിന്റെ കുഞ്ഞു ഇപ്പൊ സുഖമായിട്ടിരിക്കണെന്ന് ചോദിച്ചു. അപ്പൊ അവൾ എന്നോട് ഒന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല ചേട്ടാ, കുഞ്ഞിതാപ്പ നീന്തി തുടങ്ങിയേ ഉള്ളത്. എന്നാ ഒന്ന് കാണണമല്ലോ എന്ന് കരുതി അവളെ വീട്ടിൽ ചെന്നപ്പോ കുഞ്ഞിന് എണ്ണം തേച്ച് ഇറയത്തിട്ടേക്കണം. ഞാൻ നൈസ അടുത്ത് കുളത്തിയിട്ട്. എന്തിന്? നീന്തലാണ്. എടാ പിന്നെ പിടിയിട്ട് ആ ചെറുക്കൻ നീന്തൽ മാത്രം അല്ലെന്നേ, അസലായിട്ട് മുക്കിളിയിട്ട് ഉണങ്ങാൻ കണ്ടോണ്ടിരിക്കും. മുക്കിളിയിട്ട് പോയ കൊച്ചി ഇതുവരെ പൊങ്ങിയിട്ടില്ല. അവിടെ പോലീസും പട്ടാളം കാത്തിക്കാണ്. ഇപ്പൊ പൊക്കിക്കൊണ്ടു. പോലീസുകാരെ തിരക്കിക്കാന്ന് നമുക്ക് അറിയാം. അവിടെ കാത്തിരിക്കാണ്. അവിടെ ചെന്നോട്. പൊന്നുമോനെ, നീ ആ രമണീയുടെ വീട്ടില് ഡെയിലി ഇങ്ങനെ കറങ്ങുന്ന ഓരോ നാട്ടില് ഫ്ലാസാ. ഒരുമാതിരി വെള്ളം ഒടിച്ചിട്ട് അനാവശ്യം പറയല്ലേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ, നീ ഇന്നലെ അവളെ വീട്ടിൽ കറങ്ങുന്ന കണ്ടല്ലോടാ. നിങ്ങൾ ഈ പറയുന്ന രമണിയുടെ വീടും എന്റെ വീടും തമ്മില് ഏകദേശം 25 കിലോമീറ്ററോളം വ്യത്യാസം അറിയുന്നത്. വ്യത്യാസം പൊന്നു മോനെ, 10,000 നല്ല നെല്ലുണ്ടെങ്കിലേ എലിയങ്ങ് മൂന്നാറിന്നും വരും. അതുകൊണ്ട് നീ വ്യത്യാസം പറഞ്ഞ് എനിക്കിട്ട് കളയ്ക്കാൻ നിൽക്കണ്ട. നീ പോടാ.
നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് അറിയാം മനുഷ്യ. നിങ്ങൾ 24 മണിക്കൂർ കുടിച്ച് സുഖിച്ച് കിടക്കുന്ന നാട്ടുകാർ പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാവർക്കും പൊതുവെ ഒരു ധാരണ ഉണ്ട്, ദിനേശൻ കുടിച്ച് സൂചിച്ചടക്കണം. അപ്പൊ കുടിയന്മാരാ നമ്മളെ ഇവൻ കളിയാക്കിയതാ. എന്റെ പൊന്നുവിനെ നീ നില്ല്, നീ പോകരുത് കേട്ടാ. അല്ല സത്യമല്ല, ഇയാൾ 24 മണിക്കൂർ വെള്ളം ഒടിച്ച് മനുഷ്യനെ കൊണ്ട് നീ എന്ത് പറഞ്ഞാ കുടിച്ച് സൂചിച്ചടക്കണം. പിന്നെ സത്യമല്ലേ? വൈറ്റ് റമ്മാണ് ഞാൻ അടിച്ചെന്റെ വത്സന. ഞാൻ നീ വലിയ കൊമ്പത്തെ വർത്താനം പറഞ്ഞല്ലോ, ദിനേശൻ കുടിച്ച് സൂചിച്ച് അടക്കാണെന്ന്. മദ്യപാനികളെ ഒന്നണങ്കം നീ കളിയാക്കിയതാ. ഒരല്പ ടേസ്റ്റ് ചെയ്ത് നോക്കാം, അതിന്റെ വിധത്തിനെ അറിയട്ടെ. തന്നെ എന്നിട്ട് ഇവിടെ എല്ലാരും പറയുന്ന കുടിച്ച് സൂചിച്ച് അടക്കുന്നെന്ന്. കഷ്ടപ്പെട്ടാണ് ഈ പുല്ല് തൊണ്ട കുഴി താഴോട്ട് ഇറങ്ങുന്നത്. പറയണവർക്ക് ഒരു ഗുരുവില്ല. കുടിച്ച് സൂചിച്ച് അടക്കണം. ഇനി പറയില്ലല്ലേ? നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നല്ലൊരു ജോലി റെയിൽവേയിൽ ഉണ്ടായിരുന്ന മനുഷ്യനല്ലേ? നാട്ടുകാരെ നിങ്ങൾ കേൾക്കണം, നല്ലൊരു ജോലി റെയിൽവേയിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഒരു അവാർഡ് കിട്ടി. എന്തിനാണ് അവാർഡ് കിട്ടിയെന്നറിയോ? ട്രാക്കിൽ കിടന്ന ട്രെയിനെ സ്റ്റാർട്ടാക്കി കുറെ ദൂരം ട്രാക്കിൽ കൂടെ ഓടിച്ചിട്ട് ആ ട്രെയിനെ ട്രാക്കിൽ നിറക്കി വാഴത്തോട്ടം വഴിയും മരച്ചിലുള്ള വഴിയും റബ്ബർ തോട്ടം വഴിയും കൊണ്ടുവന്ന് വീണ്ടും ട്രാക്കിൽ കയറ്റി സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തിയാലാണ് അവാർഡ് കിട്ടിയത്. അതല്ലേ ചേട്ടാ ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഇതിന്റെ രഹസ്യം? രഹസ്യം പറഞ്ഞല്ല, നമ്മൾ ഈ ട്രെയിൻ ഓടിക്കാൻ പോകുമ്പോൾ രണ്ടെണ്ണം അടിച്ചോണ്ട് പോകാറുള്ളൂ. ഞാൻ കറക്റ്റ് ട്രെയിൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ട്രാക്ക് കൂടെ ഓടിച്ചോണ്ട് പോയപ്പോ പെട്ടെന്ന് ട്രാക്കിൽ എന്റെ മുമ്പ് ഒരുത്തൻ ചാകാനായിട്ട് തലയും വെച്ചോണ്ട് കിടക്കുന്നു. എന്ത് വൃത്തിയാണ് കാണിച്ചത്? ആ ട്രെയിനകത്ത് ഒരു 10,000 പേരെങ്കിലും കാണൂലേ? ചാവാൻ കിടക്കുന്ന ഗിവന്റെ ജീവനാണ് വലുത്, അത് ട്രെയിനകത്തിരിക്കുന്ന 10,000 പേരെ ജീവനാണ് വലുത്? ചേട്ടൻ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ അവനെ നെഞ്ചത്തോടെ കയറ്റി പൊക്കിടായിരുന്നോ? അതിനല്ലേ വന്നത്. അപ്പൊ അവൻ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞെന്നെ. ഞാൻ അവന്റെ കൂടെ പോയി. അവൻ തെങ്ങുമ്മന വഴി ഓടി, അമ്മനെ കൂടെ വിട്ട്. അവസാനം റബ്ബറും തോട്ടത്തിൽ വെച്ചിട്ട് പുല്ലിനെ കൊന്നിട്ട് കറക്റ്റ് സ്റ്റേഷനിൽ കൊണ്ട് വണ്ടി എടുക്കും. എനിക്കറിയാടാ 7000 ജീവനാണ് വലുതെന്ന്. പുല്ലിനെ കൊല്ലാൻ പറ്റിയ പാടേ. ഇത് എന്റെ ഏരിയ. ഏത് കൂതറ വന്നാലും എന്നെ പരിചയപ്പെടുത്തണം. ചേട്ടൻ മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ശിവൻ, നമ്മുടെ ശിവൻ. ശിവൻ എന്റെ പരമശിവനെ ഇപ്പൊ ഈ കോലത്തിലേക്കായ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇറങ്ങി അവരെല്ലാം മുറ അടിയോണ്ട്. ശിവന്റെ കൂടെ ആ പെൺകുട്ടിയെ മനസ്സിലായോ? പുള്ളിയുടെ കൂടെ ഇങ്ങോട്ട് മാറിയില്ലേ? എടാ ശിവന്റെ കൂടെ പാർവതി അല്ലാതെ പിന്നെ നിന്റെ കുഞ്ഞമ്മ എന്താണ് ആളെ കളിയാ? അപ്പൊ നിന്റെ സുഹൃത്തായിരുന്നു. മാറിയില്ലടാ. നിന്റെ ആരാ? ഇതെന്റെ സുഹൃത്തിന്റെ വൈഫാണ്. അല്ല നിന്റെ വൈഫ് അല്ലല്ലോ. എന്നാ എനിക്ക് മാറാം. മാറി പോടാ പോടാ. അപ്പൊ പുള്ളിയുടെ വൈഫ് അല്ല. പോടാ പോടി. എന്റെ ആരെന്ന് പറഞ്ഞു? എന്റെ ഭാര്യ. ഓ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ എന്നെ പേടിപ്പെടുത്തണോ റാസ്കലെ? എന്താടാ അടിയടാ എന്താ? അല്ല പിന്നെ ദേഷ്യം വരൂലേ? വേണ്ടെന്ന് വിചാരിക്കുമ്പോ തലേ കയറണ റാസ്കലെ. സുഖാനൊക്കെ അറിയില്ല. നിന്ന് അടി വാങ്ങിക്കണ പാർട്ടിയാ ഞാൻ ഇവിടെ അവിടെ കറ മത്സരം നടത്താൻ പറ്റില്ല. നീ പോടാ. കറ മത്സരത്തിന് ഇപ്രാവശ്യം ഒന്നാം സ്ഥാനം എനിക്ക് തന്നെ. ഒരുത്തിനും കൂടെ അത് തന്നെ വേണം. ബൈക്കിൽ 660 പോയത് അതോ മൈലിൽ ചെന്ന് ഒട്ടിയിരിക്കുന്നു. അമ്മ കുഴപ്പമില്ല, എന്റെ തന്തയ്ക്കുന്നുള്ളക്ക് ഇല്ലാതാവുന്നു. പാവപ്പെട്ടവനാന്ന് തോന്നുന്നു. എന്റെ മണ്ടേന്ന് ഞാൻ കുതിര കയറും. കുതിരയില്ലേട്ടാ കഴുത. നിന്റെ അപ്പനെ പറ്റി അല്ല പറഞ്ഞു. പാവപ്പെട്ടവനാ തന്തയ്ക്ക് വിളിച്ചിട്ട് ഉണ്ടായിരിക്കുന്നു. പേടി പേടി. അങ്ങോട്ട് മീര പോയാ? ഒരു നിമിഷം പോയി. ഇത്ര നേരം മടിയിലുണ്ടായിരുന്നു. അയ്യോ അതല്ല മീര വണ്ടി. അത് ശരി. മീര എന്നിടയ്ക്ക് വണ്ടി ആളെയും തന്നു. ഇത്രയും കറന്ന പോരാടാ റാസ്കല്ലേ.